City Gold and Diamonds. ഇപ്പോൾ ഗൾഫിലെ യുദ്ധം കേരളത്തിലെ വ്യാപാരികളെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. അത് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഇന്ത്യൻ അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യാത്തൊരു സാധനമില്ല. പല സാധനവും ഇഷ്ടംപോലെ കാസർഗോട്ടേക്ക് കേരളത്തിലാകെ വരുന്നുണ്ട്. അതേ അവസരം കയറ്റുമതി ഇല്ലാത്തത് കൊണ്ടാണ് അത് വരുന്നത്. കർഷകരെ സംബന്ധിച്ചിടത്തോളം നട്ടുപിടിക്കുന്ന ഏറ്റവും വലിയൊരു ഇതായിട്ട് മാറിയിട്ടുണ്ട്. നേന്ത്രപ്പഴമായാലും ബാക്കിയുള്ളതായെങ്കിലും പലതരത്തിലുള്ള ഫ്രൂട്ട്സ് നമ്മളെടുത്ത് കയറ്റി പോകുന്നത്. ഉള്ളി ഇതൊന്നും ഇപ്പോഴും വിദേശത്തേക്ക് പോകുന്നില്ല. ആ ഒരു വലിയ ദുർഗളം പിടിച്ചൊരവസ്ഥ നമ്മൾ തരണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടഡായിട്ട് വരുന്ന സാധനങ്ങളൊന്നും ഇങ്ങോട്ടേക്ക് വരുന്നില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ പാചക ഗ്യാസ് അതുപോലുള്ള സാധനങ്ങൾ കിട്ടാക്കനിയായിട്ട് മാറി. അത് മാറിയതോടുകൂടി ഹോട്ടൽ മേഖല പരിപൂർണമായിട്ട് സ്തംഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോന്നായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലതും തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തന്നെ റംസാൻ കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ടേയില്ല. അപ്പോൾ അത് സാധാരണക്കാരെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ഉച്ചകൂട് പോലും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അടക്കം കിട്ടാത്തൊരവസ്ഥയായിട്ട് മാറിയിട്ടുണ്ട്. അത് ഒരു പ്രധാനമാണ്. മറ്റൊന്ന് കച്ചവടം എങ്ങനെയെന്നുള്ളത്. കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമാണ് ഇത്രയും വലിയൊരു ചൂട് നമ്മൾ അനുഭവിക്കുന്നത്. ഈ ചൂട് വ്യാപാര മേഖലയെ നല്ല പോലെ പിടിച്ചു കുലുക്കുന്ന ഒരവസ്ഥയിലേക്കാണ് വന്നിട്ടുള്ളത്. രാവിലെ 11 മണി കഴിഞ്ഞാൽ ടൗണിൽ നിശ്ചലമാണ്. വാഹനങ്ങളടക്കം വാഹനത്തിൻ്റെ തിരക്ക് പോലും 11 മണിയോടുകൂടി അവസാനിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് തുടങ്ങുന്നത് 5 മണിക്ക് ശേഷമാണ്. 5 മണിക്ക് ശേഷം ധാരാളം ഇപ്പോൾ രാത്രി കുറച്ച് വൈകുവോളം കാസർഗോഡ് സന്ധ്യയ്ക്ക് മുമ്പേ ഉറങ്ങേണ്ട നഗരമാണെങ്കിൽ പോലും കുറച്ച് വൈകുവോളം നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം ഒന്ന് വാടക കൊടുക്കാൻ കഴിയുന്നില്ല. പണിക്കാറില്ലെങ്കിലും മുതലാളിയെങ്കിലും നിന്നിട്ട് രാത്രി കുറച്ച് വൈകുന്നത് വരെ കച്ചവടം ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ജീവിത നിലവാരം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കച്ചവടക്കാരുള്ളത്. അപ്പോൾ കച്ചവട മേഖലയും സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. എല്ലാ കച്ചവടത്തിലും ഒരു കച്ചവടം എന്ന് പറയാനില്ല. സകല കച്ചവടത്തിലും മത്സ്യ മാർക്കറ്റാണെങ്കിലും ഉണങ്ങുന്നുണ്ട്, മത്സ്യമില്ല. കടൽ വെള്ളം ചൂട് പിടിക്കുന്നതുകൊണ്ട് മീൻ വരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. കരക്ക് മീൻ വരുന്നില്ല. അപ്പം അങ്ങനെ ഏത് മേഖലയെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ മാറിയിട്ടുണ്ട്. വ്യാപാരികൾ, മത്സ്യത്തൊഴിലാളികൾ, തൊഴിലാളികൾ, മറ്റ് മേഖലയിലുള്ളതൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊഴികെ ബാക്കി എല്ലാവർക്കും ഇത് വളരെയധികം ബാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിനൊരു മാറ്റം വരണമെങ്കിൽ ഇനി നമ്മുടെ നാട്ടിൽ അനുകൂലമായൊരു കാലാവസ്ഥ സംജാതമായെങ്കിലും പശ്ചിമേഷ്യ യുദ്ധം അവസാനിച്ചെങ്കിലും മാത്രമേ നമുക്ക് രക്ഷയായിട്ട് കാണുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുക. കാരണം ഈ പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിക്കാനും അനുകൂലമായൊരു കാലാവസ്ഥ കേരളത്തിലേക്ക് കിട്ടാനും വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാതെ ഗവൺമെൻറ് മാറി വന്നതുകൊണ്ടോ വേറെന്തെങ്കിലും ചെയ്തതുകൊണ്ടോ പ്രകൃതിനെ നന്നാക്കാൻ ആർക്കും കഴിയില്ല. പ്രകൃതിൻ്റെ ദുരന്തം തന്നെയാണ്. ലോകം നേരിടുന്ന പ്രതിസന്ധി നമ്മൾ നേരിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ലോകത്തെ പ്രതിസന്ധി അവസാനിപ്പിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് സുഭിക്ഷമായൊരു ജീവിതം ഉണ്ടാക്കാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് സർവശക്തനായ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം.
വില എല്ലാം കച്ചവടം കുറവ് ആൾക്കാർ സമയത്ത് വരുന്നില്ല. സാധനത്തിന് വില കൂടി മറിയം ബോഡി ലോഷന് വെല്ലുന്ന ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂം ഒക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.